പുതിയ വിശേഷം എന്ന് പറയാനായിട്ട് ഞാനിപ്പോൾ മെയിൻലി ബ്രാൻഡിങ്ങാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു IAS അക്കാഡമി, സിവിൽസ് 360 IAS അക്കാഡമിയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ഇന്ന് സൈൻ ചെയ്തു. അപ്പോൾ അത് തന്നെയാണ് സന്തോഷം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ 5 വർഷത്തേക്കാണ് അത് സൈൻ ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ്. കാരണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എനിക്ക് കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ അധികം പഠിക്കുന്ന കുട്ടിയൊന്നും അല്ലായിരുന്നു. പക്ഷെ എന്നാലും നമുക്കൊരു സിവിൽ സർവീസ് എക്സാം എഴുതണം, IAS ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി മാർക്ക് കുറവ് കാരണം അതൊന്നും പറ്റിയില്ല. പിന്നെ കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് ഡോക്ടറായി. പക്ഷേ ഇപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം എൻ്റെ ആ ഒരു ചെറിയ ആഗ്രഹം ഈ രീതിയിൽ എന്ത് ചെയ്തു, എനിക്കത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റി. ഇതിൻ്റെ ഈ അക്കാഡമിയുടെ ഓണർ മെയിൻ ഫൗണ്ടർ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ കേരള സിവിൽ സർവീസിലെ ടോപ്പറും 2021 ഇന്ത്യയിലെ 7th റാങ്ക് ഹോൾഡറുമാണ്. സോ ഇത് അവരുടെ ഒരു പാർട്ടാകാൻ കഴിഞ്ഞതിലും അവരുടെ ഒരു ഫേസ് ആവാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. സോ അത് തന്നെയാണ്. റോബി, റോബി ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പം ഫ്രണ്ട് പറയണ്ടായി, റോബിന്റെ ഫ്രണ്ട് അറിയുന്നൊരു ആള് പറയണ്ടായി, അടുത്ത 5 വർഷം കഴിയുമ്പോൾ റോബിൻ എന്നൊരു പ്രതിഭാസം തന്നെ ഭയങ്കരമായിട്ടൊരു മാറ്റം കേരളത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അത് എന്തായിരിക്കും അതൊരു സംഭവം? നിങ്ങൾ കാണുന്ന റോബിനല്ല ഇനി 5 വർഷം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആക്ച്വലി സത്യം പറയാ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വന്ന ഒരാളാണ് അല്ലേ. അപ്പം അതിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു വലിയ പ്ലാറ്റ്ഫോം വഴിയാണ് ഞാൻ വന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എക്സ്ട്രീം ഞാൻ കണ്ടന്റും കാര്യങ്ങളും ലൈവായിട്ട് നിൽക്കാനെല്ലാം ശ്രമിച്ചു. പിന്നെ പെട്ടെന്ന് ഞാൻ അങ്ങ് ഡിസപ്പിയർ ആവുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ ബ്രാൻഡ് ബിൽഡിംഗ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. സെൽഫായിട്ട് ബ്രാൻഡ് ബിൽഡിംഗ് ചെയ്യാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, നമ്മളിതിലേക്ക് വരുമ്പോഴാണല്ലോ നമുക്ക് ഒരുപാട് ശത്രുക്കളും ഒരുപാട് പേരും നമ്മളെ പിടിച്ച് വലിച്ച് താഴെയിടാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നത്. പക്ഷേ അതെല്ലാം ഫേസ് ചെയ്ത് ഇപ്പം നമുക്കറിയാം എവിടെ എങ്ങനെ നിൽക്കണം, എന്താണ് കാര്യമെന്ന്. ഇപ്പം മനപ്പുറം ഞാൻ ഒരു രീതിയിൽ കോൺട്രവേഴ്സിയിൽ പെടാതെ അത്യാവശ്യം എന്താ പറയുക, സംസാരിക്കുമ്പോഴെല്ലാം നോക്കിയും കണ്ടും മാത്രമേ സംസാരിക്കാറുള്ളൂ. അപ്പോൾ ആഗ്രഹങ്ങളുണ്ട്. ഈ പറഞ്ഞ ആരാണ് എൻ്റെ ഫ്രണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ട്. അത് വഴിയെ എന്ത് ചെയ്യും, ഓരോന്നായിട്ട് നടന്നു കഴിഞ്ഞിട്ട് അറിയുന്നില്ല ബെറ്റർ, അതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ബിഗ് ബോസിൽ വരുന്ന പലർക്കും അറിയത്തില്ലായിരുന്നു. വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പലരും ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ടെന്ന് അറിയുന്നത്. സോ അതേപോലെ ഓരോ ആഗ്രഹങ്ങൾ നടക്കട്ടെ. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ സീസണിൽ 4 താങ്കൾ അല്ലെങ്കിൽ താങ്കളുടെ പേരിലാണ് ആ സീസൺ അറിയപ്പെടുന്നത്. പക്ഷെ ഇപ്പോൾ 7ാമത്തെ സീസണായി. പക്ഷേ 7ാമത്തെ സീസൺ കഴിഞ്ഞ് ഔട്ടായവരെ പോലും സോഷ്യൽ മീഡിയയിലെ റീച്ചിൽ അല്ലെങ്കിൽ ആളുകൾ തിരിച്ചറിയുന്നില്ല. അപ്പോൾ താങ്കൾക്ക് ഇപ്പോഴും ആ റീച്ച് നിലനിർന്ന് പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? റീച്ച് നിലനിൽക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ബട്ട് മേ ബി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. എന്നെ കാണാനോ അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് കാണാനോ ഒരുപാട് പേര് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മേ ബി നിങ്ങളാണെങ്കിൽ വീഡിയോ ഇടുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടോ, അല്ലെങ്കിൽ കുറച്ച് പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ്സ് ഇടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും തെറി വിളിച്ചു കഴിഞ്ഞാൽ അതിനെ എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ അഖിൽമാരാർ പോലും പറയണ്ടായി, റോബിന്റെ അത്ര ഔട്ട്പ്ലർ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അഖിൽമാരാറിന് പോലും വിന്നറായതിന്റെ ശേഷം പോലും അത്ര ഒരു ഇപ്പം റോബിനൊരു വിന്നർ പോലും അല്ല. പക്ഷെ അത്രയും ക്രൗഡ് പുള്ളറായിട്ട് വേറെ ആർക്കും ഇനിയും നടക്കില്ല എന്നാണ് പറയുന്നത്. അപ്പം അത് അഖിൽമാരാറിനെ പോലെ ഇത്തരം ഒരു ബ്രില്യൻ ഗെയിമർ അല്ലെങ്കിൽ ഒരു വിന്നർ അത് പറയുമ്പോഴത്തേക്ക് എനിക്കതൊരു അംഗീകാരം തന്നെയാണ്. കാരണം ഞാൻ 70 days പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ടാസ്കുകളിലൊന്നും വലുതായിട്ട് കളിച്ചിട്ടില്ല. ഞാൻ ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനായിട്ടാണ് നിന്നത്. പക്ഷേ ആ ഇംപെർഫെക്ഷൻ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മേ ബി അവരിൽ ഒരാളായിട്ട് തോന്നിക്കാണും. ഞാൻ എപ്പോഴും നല്ലതിനായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. എൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കാണിച്ചു തന്നെയാണ് നിന്നിട്ടുള്ളത്. അനീഷിന് ബ്രോയിനെ പോലെ തന്നെയായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു ബിഗ് ബോസിനുള്ളിൽ. അതിനുശേഷം അനീഷ് പുറത്ത് വന്നതിന് ശേഷം ആ സപ്പോർട്ടോ കാര്യങ്ങളും ഇല്ലാതെ അത് അനീഷ് മീഡിയാസിനോട് പൊതുജനങ്ങളോട് സംസാരിക്കാത്തതുകൊണ്ടാണോ? അയ്യോ, എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, ബ്രോയ്ക്ക് കിട്ടിയതുപോലെ തന്നെ നല്ല സപ്പോർട്ടാണ് ജനങ്ങളുടെ. ഞാൻ പറയട്ടെ, ഒരിക്കലും ഒരാളിനെ പോലെ ഒരാൾ അനുകരിക്കാതെ ഇരുന്നാൽ മാത്രം മതി. നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യുന്നു. അതിനുള്ള ഫീഡ്ബാക്കും അതിനുള്ള റിസൾട്ടും എനിക്ക് കിട്ടുന്നു. ഓരോരുത്തർ ചെയ്യുന്നതിന്റെ റിസൾട്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1 month കഴിഞ്ഞു. എന്നിട്ടും അതിൻ്റെ അകത്തുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പുറത്ത് നല്ല രീതിയിൽ ചർച്ചയായി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് റോബിന്റെ അഭിപ്രായം? അല്ലേ, കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ്. കാരണം എല്ലാ വർഷവും നമുക്കൊരു 100 ദിവസം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ 100 ആക്ച്വലി ഒരു 130 എന്ന് പറയാം അല്ലേ. എക്സ്ട്രാ തുടക്കത്തിൽ ഒരു 30 ദിവസം, എൻ്റെ ഒരു 30 ദിവസം എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ പകുതിയിൽ കൂടുതൽ സമയം ഈ ബിഗ് ബോസിന് വേണ്ടിയാണ് പലരും എന്ത് ചെയ്യുന്നത്, സ്പെൻഡ് ചെയ്യുന്നത്. അതുവഴി നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടുന്നുണ്ട്, സോഷ്യൽ മീഡിയ ചർച്ചയാവുന്നുണ്ട്, മേ ബി ചില സമയത്ത് മെയിൻ സ്ട്രീമിൽ വരാറുണ്ട് അല്ലേ. എല്ലാ സ്ഥലത്ത് പോയാലും ഈ ഒരു ഷോവിനെ പറ്റി സംസാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. അനീഷ ഇറങ്ങിയ സമയത്ത് പുറത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് റോബിനെ അനുകരിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകളും ഒരുപാട് ഉണ്ട്. അപ്പോൾ റോബി അങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു? ഇല്ല, പുള്ളിക്കാരൻ ഒരിക്കലും എന്നെ അനുകരിക്കുന്നില്ല. പുള്ളിക്കാരൻ്റെതായിട്ടുള്ള രീതിയിൽ മാത്രമേ പോകുന്നുള്ളൂ. എവിടെയും എന്നെ അനുകരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ പുള്ളിയുടെ ബ്രദർ
റോബിനെ നല്ല രീതിയിൽ അനുകരിക്കുന്നതായിട്ട് എയർപോർട്ടിലൊക്കെ അതുപോലത്തെ സെയിം രീതിയായിരുന്നു കാണിച്ചിരുന്നത്. അല്ല അങ്ങനത്തെ വീഡിയോസ് എല്ലാം കണ്ടിരുന്നു. അല്ല എനിക്ക് അങ്ങനെ തോന്നി, എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെ തോന്നിയത്. അതിനകത്ത് കുറെ കമന്റിലൊക്കെ വരുന്നുണ്ട് റോബിനെ അനുകരിക്കുകയാണോ. അല്ല അനീഷിന്റെ ബ്രദർ ആക്ച്വലി എൻ്റെ വൈഫിന്റെ കൂടെ പഠിച്ചിരുന്ന പയ്യനാണ്, എനിക്ക് മുന്നേ അറിയുന്ന ആളാണ്. പിന്നെ അത് മാത്രമല്ല എൻ്റെ ബ്രദർ ഇൻ ലോവിൻ്റെ കൂടെയാണ് പുള്ളിക്കാരൻ ക്രിക്കറ്റ് കളിക്കുന്നത്. സോ എനിക്ക് പുള്ളിക്കാരനെ പറ്റി അത്യാവശ്യം നല്ല ഒപ്പീനിയൻ മാത്രമേ ഉള്ളൂ, അങ്ങനെ മോശമായിട്ട് ഇതുവരെയായിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഒരു സാഹചര്യമില്ല, സാഹചര്യത്തിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്ന വെച്ചിട്ട് വേറെ ഒരാളിനെ അനുകരിക്കുന്നതായിട്ട് എന്ത് ചെയ്യത്തില്ല, ഫീൽ ചെയ്യത്തില്ല. പിന്നെ എന്തായാലും ഞങ്ങളുടെ ഈ ആനിവേഴ്സറി സംഭവം ഫെബ്രുവരിയിൽ വരെയാണ്. അപ്പം ഞാനും പൊടിയും കൂടെ നിങ്ങൾ മീഡിയാസിന് എല്ലാവർക്കും കൂടെ ഒരു ദിവസം ഒരു ഇവന്റ് വെക്കുന്നുണ്ട്. അത് പൊടി തന്നെ അനൗൺസ് ചെയ്യും. അങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട്. വിന്നറെ കുറിച്ച് വിന്നറായല്ലോ, ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ടാണ് സപ്പോർട്ട് കിട്ടി, വോട്ട് കിട്ടി, വിന്നറായി. നല്ലതല്ലേ? അത് PR-ന്റെ ബലം കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അല്ല ഞാൻ പറയട്ടെ, എത്രയൊക്കെ PR എന്ന് പറഞ്ഞാലും ജനങ്ങൾ വോട്ട് ചെയ്യാതെ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും വിന്നർ ആവത്തില്ല. കാരണം വോട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആണെങ്കിലും ഇപ്പോൾ വോട്ടിംഗ് ഒരു സെപ്പറേറ്റ് കമ്പനിയാണ് ചെയ്യുന്നത്. ഫൈനൽ 5 വരുന്ന ആൾക്കാരുടെ വോട്ടിംഗ് നമുക്ക് ഒരിക്കലും ഇതാക്കാൻ പറ്റത്തില്ല, എന്താ പറയുക, അത് ഫേക്ക് ആക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ഇൻ കേസ് അവർക്ക് എഗൻസ്റ്റ് എന്തെങ്കിലും ലീഗലി പോയി കഴിഞ്ഞാൽ അവരതെല്ലാം കോർട്ടിന് മുന്നാകെ കാണിക്കണം. സോ അതുകൊണ്ട് അതിലൊരു ഫേക്ക്നെസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ PR-ന്റെ ഒരു ഇമ്പാക്റ്റിലാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് മൊത്തത്തിൽ പോയത്. അപ്പോൾ താങ്കളൊരു ക്രൗഡ് പുള്ളറാണ്, താങ്കൾ വന്ന സീസണിന് ശേഷമൊക്കെ ക്രൗഡ് പുള്ളറാണ്. പക്ഷെ ഇപ്പോൾ ഈ സീസണിൽ ഔട്ടായ ആർക്കും ആ ക്രൗഡ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ അനിമോളാണെങ്കിലും പല ഇനാഗ്രേഷൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആക്ച്വലി ഞാൻ ഗെയിം കളിക്കുന്ന സമയത്ത് കണ്ടസ്റ്റൻസിന് അഗൻസ്റ്റ് ആയിട്ടല്ല കളിച്ചിരുന്നത്. ഞാൻ പ്രേക്ഷകനായിട്ട് നിന്ന് പ്രേക്ഷകർക്ക് എന്ത് ഇഷ്ടപ്പെടും, പ്രേക്ഷകരുമായിട്ട് ഒരു കണക്ഷൻ വരുത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു. അത് എനിക്ക് ഒരുവിധം എഫക്റ്റീവായി, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ജനങ്ങൾക്ക് ആ ഒരു കണക്ഷൻ എന്നോട് ഉള്ളതും. ക്രൗഡ് പുള്ളിങ് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ജനങ്ങളുമായിട്ട് ഒരു കണക്ഷൻ. ഇപ്പം ഞാൻ ഒരു സ്ഥലത്തും പോകുന്നത് ഞാൻ വിളിച്ചു വരുത്തുന്ന ആൾക്കാരല്ല. ഇവിടെ എയർപോർട്ടിൽ വന്നതാണ്, ഞാൻ എങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് എയർപോർട്ടിൽ വരുന്ന സമയത്ത് അതൊക്കെ ഒരിക്കലും ആരും വിളിച്ചു വരുത്തിയത് ഒന്നുമല്ല, മനസ്സിലായില്ല. ഞാൻ ഒരു PR-നെ പോലും ഏൽപ്പിക്കാതെയാണ് എന്ത് പോയിട്ടുള്ളത്. സോ അതെല്ലാം ഇനി വരുന്ന സീസണിലാണെങ്കിലും പ്രേക്ഷകർക്ക് എന്താണോ ഇഷ്ടം, പ്രേക്ഷകരുടെ പൾസ് അനുസരിച്ച് അതിനോടൊപ്പം നമ്മുടെ ഗെയിം കളിക്കുന്നതിനോടൊപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ കൂടെ ഗെയിം അനലൈസ് ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഇറങ്ങുമ്പോൾ ക്രൗഡ് പുള്ളിങ്ങും ഒരുപാട് പേരുടെ ഇഷ്ടവും സ്വീകാര്യതയും എല്ലാം കിട്ടും. ഈ അനുമോള് ഡിസർവിങ് അല്ല? ഒരിക്കലും ഇല്ല, ഒരു അനുമോള് ഡിസർവിങ് തന്നെയാണ്. കാരണം വോട്ടിങ് ചെയ്തിട്ടല്ല ഇത്രയും ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നമുക്ക് എല്ലാവരും ഒരാളിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, മനസ്സിലായില്ല. അറ്റ്ലീസ്റ്റ് ഒരു 70 to 80% ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. അപ്പം പുള്ളിക്കന്നെ അത്യാവശ്യം പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ സീസണിലെ ചില കണ്ടസ്റ്റന്റുകൾ പറയുന്നത് വോട്ടിംഗ് അടക്കം ഫേക്ക് ആണ്, അല്ലെങ്കിൽ വോട്ടിംഗ് ചെയ്യണമെന്നൊക്കെ. അല്ല, അങ്ങനെ ഫേക്ക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അവർ ലീഗലി മൂവ് ചെയ്തിട്ട് അത് പ്രൂവ് ചെയ്യട്ടെ. ചുമ്മാ ആർക്കെങ്കിലും എഗൻസ്റ്റ് എന്തെങ്കിലും അലിഗേഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ലീഗലി മൂവ് ചെയ്ത് അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. കഷ്ടപ്പെട്ട് തന്നെ നേടിയതാണ്. പിന്നെ അതിനകത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ ഈസി കാര്യമല്ലെന്നേ. അതിനകത്ത് നിന്ന് എല്ലാവരും അത്രയും എഫേർട്ട് കൊടുത്ത് അത്രയും എന്താ പറയുക സ്ട്രഗിൾ ചെയ്ത് നിന്ന ആൾക്കാരാണ്. അതിൽ നിങ്ങൾ അതിനകത്ത് പോകുമ്പോഴേ നിങ്ങൾക്ക് അറിയാം. പ്രോയൊക്കെ അതിനകത്ത് പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുമ്പോഴേ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. സോ അത്രയും അതിൻ്റെ കയറി കുറച്ച് ഒരു 1 വീക്ക് നിന്നാൽ തന്നെ അതൊരു സർവൈവർ ആണല്ലോ. ഇതിൽ അത്രയും നാൾ നിൽക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് 70 ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ പുറത്തു വന്നു. ഇപ്പൊ കഴിഞ്ഞ ബ്രോയിൻ്റെ സീസൺ ആണെങ്കിലും ദിൽഷ വിന്നറാണ് സമയത്ത് റോബിൻ എന്നൊരാള് പുറത്ത് വന്നിട്ട് ദിൽഷയ്ക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു മാസ് വോട്ടിംഗ് ദിൽഷയ്ക്ക് പോയിട്ടുണ്ട് എന്ന്. ബ്രോ 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 7 കഴിഞ്ഞു. ഇപ്പൊ ഈ പേരൊക്കെ യൂസ് ചെയ്താലേ എന്നെ ഒന്ന് ഏറി കയറ്റാൻ പറ്റും. ഞാൻ പറയൂല, അതൊക്കെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നവരെന്ന് അറിഞ്ഞാൽ മതി, മനസ്സിലായില്ലേ. അല്ല, അങ്ങനെ നടന്നിട്ടുണ്ടോ? ശരി, എനിക്ക് ഓർമ്മയില്ല, കുറേ വർഷമായില്ലേ, ഓർമ്മ കിട്ടുന്നില്ല. പഴയ കാര്യങ്ങളല്ലേ, പഴയ കൂട്ടുകെട്ടൊക്കെ ഇപ്പോഴും ഉണ്ടോ? അല്ല, എനിക്ക് ആരുമായിട്ട് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല. എല്ലാവരുമായിട്ട് സൗഹൃദം മാത്രമേ ഉള്ളൂ. എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അടുത്ത സീസണിൽ പൊടി പോകാൻ സാധ്യത? പൊടി പോവാൻ അത് പൊടിയുടെ അടുത്ത് ചോദിക്കണം. പൊടിക്ക് താല്പര്യമുണ്ടെങ്കിൽ പൊടി പോട്ടെ, അത്രേ ഉള്ളൂ. പൊടിക്ക് താല്പര്യമുണ്ടെങ്കിൽ പോട്ടെ. പൊടി പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. പൊടി പോയി കഴിഞ്ഞാൽ PR വെക്കുമോ? ഞാൻ ഒരിക്കലും ഇല്ല. പൊടി ഇൻ കേസ് പൊടിയുടെ ഇഷ്ടപ്രകാരം പൊടി പോവുകയാണെന്നുണ്ടെങ്കിൽ പൊടി അവിടെ കളിച്ച് പൊടിക്ക് കിട്ടുന്നത് മാത്രം ഇത് ചെയ്തിട്ട് വരട്ടെ. അല്ല, ഞാൻ പിന്നെ എൻ്റെ വൈഫ് എന്നുള്ള രീതി ഒബ്വിയസ്ലി ഞാൻ സപ്പോർട്ട് ചെയ്യും. എന്താ പറയുക, PR കമ്പനിക്കൊന്നും അങ്ങനെ കൊടുക്കത്തില്ല. അതിന് കൊടുത്തു കഴിഞ്ഞാൽ നിലനിൽക്കത്തില്ല ബ്രോ. അത് കാരണം സീസൺ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ പൈസ അത് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് നിർത്തും, മനസ്സിലായില്ല. പിന്നെ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതും കമൻറ്റ് ചെയ്തില്ല. ബ്രോ, ഈ ലക്ഷ്മിനെ കുറിച്ച് ഇപ്പൊ കുമ്പിടിയാണെന്ന രീതിയിലൊക്കെ ആദ്യം അനുമോളുടെ അടുത്ത് പോയി, പിന്നെ അനീഷിന്റെ അടുത്ത് പോയി. ഇല്ല, അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ല. ആരെ ഇഷ്ടപ്പെടണം, ആരടുത്ത് പോകണം, ആരടുത്ത് ഇത്, അതിലൊന്നും നമുക്ക് ഒരിക്കലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കമൻറ്റും പറയാൻ പറ്റത്തില്ല. എല്ലാവരും എന്താ പറയുക, അവരുടേതായിട്ടുള്ള രീതിയിൽ പോകുന്നു. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ബ്രോ, കുമ്പിടിയായിട്ടൊന്നും തോന്നിയിട്ടില്ല.
പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു നമുക്കൊരു ഇപ്പോൾ എനിക്ക് ബ്രോവിൻ്റെ അടുത്ത് സംസാരിക്കാം, പുള്ളിക്കാരുടെ അടുത്ത് സംസാരിക്കാം അല്ലേ? അതിപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ രണ്ടുപേരും മീഡിയ നിൽക്കുന്ന ആൾക്കാരല്ലേ? നിങ്ങൾ രണ്ടുപേരും വലിയ വലിയ ചാൻസ് അല്ല. ഒന്ന് ഓൺലൈനും ബ്രോ ICC അല്ലേ? ICC എന്നെ അൺഫോളോ ചെയ്തു, ഞാൻ കണ്ടായിരുന്നു. ICG അൺഫോളോ ചെയ്ത് കണ്ടു, ഫോളോ ചെയ്തിട്ട് കാണുന്നുണ്ടല്ലോ. ഓക്കെ. സോ ഇപ്പം ആദിലെ നൂറ് ഒരു ഹൗസ് വാമിങ്ങിൽ പോയിട്ടൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവരെ അങ്ങനെ അടുപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് കിട്ടിയൊരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കണ്ടായിരുന്നു അത്? ഞാൻ കണ്ടായിരുന്നു. അതിനോട് യോജിക്കുന്നുണ്ടോ? ആക്ച്വലി ഞാൻ 2 പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാം. എനിക്ക് ഫൈസലൊക്കെ എന്നെ കുറേ നാളായിട്ട് അറിയാനാണ്. പുള്ളിക്കാരൻ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. പക്ഷേ ആ ഒരു കാര്യം പുള്ളിക്കാരനാണ് ചെയ്തതെങ്കിൽ എനിക്കത് വിയോജിപ്പുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ്റെ ടീമിൽ ആരോ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആളാണ് അത് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. ലൈക്ക് കറക്റ്റായിട്ട് എനിക്ക് അതിനെ പറ്റിയുള്ള കാര്യം അറിയത്തില്ല, മനസ്സിലായില്ല. പക്ഷേ ആ പോസ്റ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോഴും അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ അത് എന്ത് ചെയ്തു, പിൻവലിച്ചു, മനസ്സിലായില്ല. സോ തെറ്റെല്ലാവർക്കും പറ്റത്തില്ല. ഒരാൾക്ക് ഒരു പ്രാവശ്യം തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് അത് വെച്ച് മാത്രം അയാളെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, മനസ്സിലായില്ലേ? അതിപ്പോൾ എല്ലാ മനുഷ്യരും ഇപ്പം ഞാൻ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷെ അത് പുള്ളിക്കാരൻ ഞാൻ കണ്ടു, പേഴ്സണലി സംസാരിച്ചപ്പോഴും പുള്ളിക്കാരൻ അങ്ങനെയൊന്നും ഉള്ള ഒരാളല്ല, മനസ്സിലായില്ലേ? ഓരോരുത്തരുടെ ലൈഫിൽ എന്താ നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല, മനസ്സിലായില്ല. ആസ് എ പേഴ്സൺ ഹീസ് എ നല്ല മനുഷ്യനാണ്. എൻ്റെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറായിട്ടുള്ള പുള്ളിക്കാരൻ ചെയ്യുന്ന കാര്യങ്ങളും എനിക്കറിയാം. പക്ഷേ ഏതൊരു മനുഷ്യനാണെങ്കിലും എനിക്കാണെങ്കിലും ഞാനും തെറ്റ് ചെയ്യുന്ന ഒരാളാണ്. അല്ലെങ്കിൽ തെറ്റ് ചില സമയത്ത് അൺഫോർച്യുനേറ്റ്ലി ചില പ്രഷറാണ് ചിലപ്പോൾ പറ്റിപ്പോകും, മനസ്സിലായില്ലേ? ഓർമ്മയുണ്ടല്ലോ പണ്ട് ഒരു കോളേജിൽ പോയിട്ട് ഞാൻ ഭയങ്കര അലറി വിളിച്ച പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് നമ്മൾ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, അലുവെന്ന് ഓർമ്മയുണ്ടല്ലേ? അത് അങ്ങനെ പറഞ്ഞ് ആ ഫ്രസ്ട്രേഷൻ ഓരോന്നൊക്കെ വിളിച്ച് പറയും. സോ അത് പിന്നീടാകുമ്പോൾ നമ്മളിപ്പോൾ ഇല്ലല്ലോ, ഇപ്പോൾ ഒരു ബഹളമില്ല, കാര്യങ്ങളില്ല, സ്മൂത്ത് ആയിട്ട് പോകുന്നില്ല. ബഹളം വെക്കാൻ ഒബ്വിയസ്ലി ബഹളം വെക്കാൻ തോന്നും. ബഹളം വെക്കാന്ന് വെച്ചാൽ ഞാൻ ബഹളം വെക്കുന്ന ഒരാളല്ല. നല്ലൊരു മൂടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഓളവും കാര്യം. നിങ്ങൾ ബഹളം വെക്കുന്ന ആൾക്കാരല്ലേ? നിങ്ങൾ നല്ല DJ ക്ക് പോയി ബഹളം വെക്കൂലേ? നല്ലൊരു ഫംഗ്ഷന് പോയി അടിച്ചു പൊളി എല്ലാവരും പാട്ടൊക്കെ ഇട്ട് ഞാൻ ചെയ്യില്ല, എല്ലാവരും ചെയ്യും, അത്രേ ഉള്ളൂ. അല്ല എന്നെ മാത്രം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്. താങ്കളാണല്ലോ എൻ്റെ ഒരു അല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻജോയ് ചെയ്തു ബ്രോ. എനിക്ക് കിട്ടിയ ഫെയിം ഞാൻ അങ്ങനെ എന്ത് ചെയ്തു, ഹാപ്പി ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്തു. ഞാൻ അതിൽ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അതിൽ കുറേ വീഴ്ചകളും മടികളൊക്കെ കിട്ടി, അതെന്താണെന്നൊക്കെ മനസ്സിലാക്കി. ഇപ്പം മാക്സിമം അതൊന്നും എന്ത് ചെയ്യത്തില്ല. എന്തായി നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് എന്തായി? ബ്രോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പേഴ്സണലി രണ്ടുപേരും ഓരോരോ കാര്യങ്ങൾ എൻഗേജ്ഡ് ആണ്. അത് ഒരിക്കലും ഇതില്ല. നമ്മൾ അടുത്ത ട്രിപ്പിൾ ഇനി പോകാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പോകുമ്പോൾ നമ്മൾ മൈൻഡ് ഫ്രീ ആയിട്ട് പോകണം. ചുമ്മാ കാണിക്കാൻ വേണ്ടി നിങ്ങൾ പോയിട്ട് കാര്യമില്ലല്ലോ. ചുമ്മാ വീഡിയോസ് എടുക്കുമായിട്ട് അതിനല്ലല്ലോ, നമ്മൾ എൻജോയ് ചെയ്യാന്നുള്ളൊരു കാര്യമാണ്. ഇനി 27+ കൺട്രീസാണ് പറഞ്ഞത്. ഒരു കൺട്രി പോയി, ബാക്കിയുള്ള കൺട്രീസ് എല്ലാം ഉണ്ട്. ഇനി അതൊന്നും ഇല്ലയെന്ന് പറയുന്ന ആൾക്കാർ ഇനി അടുത്തിടുമ്പോൾ അവരെന്ത് പറയും? ഇതാ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാം. ഇതിപ്പോൾ നമ്മൾ അടുത്തിടുമ്പോൾ ഇവരെന്ത് അയ്യോ ഇനി അതാണ് പ്രശ്നം. ഇതില്ല, മനസ്സിലായില്ലേ? പിന്നെ പറയാൻ അവരൊക്കെ അതൊന്നുമില്ല. ഇനി ഞാൻ ശരി, ഓക്കെ. എല്ലാവരും ഫുഡ് കഴിച്ചു പോകട്ടോ. താങ്ക് യു. മൂവി നെക്സ്റ്റ് ഇയർ ഞാനൊരു മൂവി ചെയ്യുന്നുണ്ട് ബ്രോ. അത് ഈ അനൗൺസ് ചെയ്തോ കാര്യങ്ങളൊന്നും അല്ല. ഞാൻ ഈ ഫീൽഡിലുള്ള ഒരാളല്ല. അപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ എല്ലാവരുടെയും മൂവി ഇറങ്ങിക്കഴിഞ്ഞല്ലോ, ഓൾമോസ്റ്റ് എല്ലാവരുടെയും മൂവി ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു മൂവി ചെയ്യും, ഒരു ക്വാളിറ്റി വർക്കിലുള്ള ഒരു സിമ്പിൾ മൂവി മാത്രമേ ഞാൻ എടുത്ത് ചെയ്യത്തുള്ളൂ. അത് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യും. എൻ്റേതായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും സ്റ്റോറിയിലും വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും. മാക്സിമം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ തിരുത്തും. ഇല്ല ഒരു സിമ്പിൾ മൂവിയാണ്. അത് ജസ്റ്റ് ഒരു മനുഷ്യൻ്റെ മൂവി, ഐ മീൻ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. താങ്ക് യു.